ഓം മൃച്ഛകടിക സ്വരൂപാനന്ദ കടോൽക്കജാനന്ദനാഹ ഓം സ്വാഹ സ്വാഹ. പറയൂ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നില്ലേ? എനിക്കൊരു ഓർമ്മക്കുറവില്ല. കണ്ടില്ലേ, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. എല്ലാം ഓർമ്മ വന്നെങ്കിൽ പറയൂ, ഇതാരാണ്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലാന്ന് എത്ര തവണ പറഞ്ഞു? ബാധ ഒഴിഞ്ഞില്ലേ? പിന്നെ നീ ആരാ? പറഞ്ഞില്ലേ, ഞാൻ ജീവനാണ്. അതെ, ആ ജീവൻ ആരുടേതാന്നാ ചോദിച്ചത്. നിന്റെ അച്ഛന്റെ, നിന്റെ അല്ല അവന്റെ. അവൻ പേര് മാറ്റി ബോസ്. ഐഡിയ, നമുക്കും പേര് മാറ്റിയല്ല. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? ബോസിന്റെ ഐഡിയ. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകണം. ഓം ക്രീം ക്രൈം ക്രീം ക്രൈം സ്വാഹ. ഈ മൈക്കാട്ട് മുസ്ലിം മെക്കിട്ടുകാരൻ ഒരു ബാധനെ ഞാൻ സമ്മതിക്കില്ല. ഒഴിപ്പിക്കും ഞാൻ. സ്വാഹ സ്വാഹ. ഒഴിഞ്ഞു പോവാതെ, ഒഴിഞ്ഞു പോവാനാണ് ഞാൻ പറഞ്ഞത്. പോയില്ലെങ്കിൽ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഇവന്റെ ബാധ ഒഴിഞ്ഞിട്ട് നമ്മുടെ പൈസ കിട്ടുമോ മുതലാളി? കരുതാക്കുളച്ചൊന്നും പറയാതടാ. ഉറുപ്പിയോ ഒന്നും രണ്ടൊന്നും അല്ല അവൻ തരാനുള്ളത്. ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനായിട്ട് അവന്റെ അമ്മ കെട്ടിക്കാൻ പുഴച്ചാടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ആളെ രക്ഷിക്കാൻ പുഴച്ചാടിനാണല്ലോ, അമ്മയെ കെട്ടിക്കാനായിരുന്നല്ലേ. ഒരു കീറുവെച്ചെന്നാണല്ലോ. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇയാളുടെ പൂജയും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറാൻ പോണില്ല. വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവാ. ഇതാ പുഴ വീണപ്പോ എന്തോ കൊണ്ട് പേടിച്ചതാ. അത്ര മോശക്കാരനൊന്നും അല്ല ഈ മൈക്കാട്ട് മൂസ്. എങ്ങാനും മൈക്കാട് പണിക്കിടന്ന മൂസയാ ഇപ്പൊ പട്ടെടുത്ത് ഭസ്മം പൂശി മൂസായത്. മൈക്കാട് മൂസ് ഇവൻ കള്ളനാ. ഇതാരൊക്കെയാണെന്നറിയില്ലേ? എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരടവ് വേറെ ഇല്ല മോനെ. സ്വാമി പൂജാകർമ്മ വേളയിൽ അലോസരപ്പെടുത്തരുത്. മൂർത്തി കോപിക്കും. മൂർത്തി കോപിക്കണേലും മുമ്പ് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. ഇതില്ല, ഇതുള്ളൂ. നിനക്ക് മൂത്രം ഒഴിക്കണടാ. എടോ തന്നെ തന്നെയാ വിളിച്ചത്, കേട്ടില്ലേ? ഇല്ല, ആരാ മനസ്സിലായില്ല. എന്റെ പേര് പീതാംബരൻ. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആഹാ, തനിക്ക് പൊട്ടായോ? ഉവ്വ്, ഞങ്ങള് രണ്ടുപേരും കൂടിയാണല്ലോ പുഴയിൽ ചാടിയത്. എന്റെ ദേഹത്തും കൂടി പ്രേതം. എടാ പരമുവേ, ആ കൂടിയരങ്ങ് ഒഴിപ്പിച്ചേ. വേണ്ട, കൂടിയ പ്രേതം ഒഴിഞ്ഞു പോയെന്നാ തോന്നണേ. പോയി അല്ലേ? നിങ്ങളുടെ പേര് ദാസപ്പൻ. ഇവര് രണ്ടുപേരും നിങ്ങളുടെ ശിഷ്യന്മാർ. എന്റെ ദാസപ്പ, നിങ്ങൾക്കൊക്കെ തരാനുള്ള മുഴുവൻ തുകയും ഏതോ ബാങ്കിലിട്ട് മടങ്ങി വരുന്ന വഴി അവൻ പുഴയെ ചാടിയത്. ഏത് ബാങ്കിലാണെന്ന് അവന് മാത്രമേ അറിയൂ. സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അതിന് മാത്രം തുക ആരാണാവോ അവന് കൊടുത്തത്? അതും അവന് മാത്രമേ അറിയൂ. അവന്റെ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പൊ ശിവൻകുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ ഒരു രക്ഷയില്ല എന്റെ ദാസപ്പ. ഏതായാലും ഇത്രയും നാള് ഞാൻ കാത്തു. അവന്റെ പട്ടി ഞാൻ മാറ്റിക്കോളാം. ചേട്ടാ, ഈ പ്രായത്തില് കഴിച്ച കൂമ്പ് വാടൂട്ടാ. അതുള്ളവർക്ക് വാടും. ഒരു വൈഞ്ചി. ഡോ, താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. ഇവന്റെ കിടപ്പ് കണ്ടിട്ട് കൊതിയാവുക. ബാക്കിയോട് ഇതാ ബാക്കി കാശ്. സൽസയ്ക്കൊക്കെ ഇത്രയും റേറ്റായോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാൽ മതി. എവിടേക്കാ പോന്നെ? ഞാൻ ഒറ്റ രൂപ എനിക്ക് കിട്ടി. എവിടുന്ന്? ഞാൻ ഇയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവനും തന്നു. ദൈവമേ, ആളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ട? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാ ഞാൻ തെരുവിൽ നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ അതങ്ങോട്ട് തെളിച്ച് പറയാനൊന്നും പോയില്ല. ഞാനിനി എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ? തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ, എന്തിനു ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങാൻ വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട്. ചുറ്റപ്പതേ ആളിയും എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇത് സ്റ്റാർട്ട് ആവണമില്ല. മനുഷ്യരെ നാണം കെടുത്താൻ വന്ന് നടു റോഡി വെച്ച ഇടപാട്. എവനെ ഇന്ന് ഞാൻ ഓടി രക്ഷപ്പെടാ. എങ്ങനെയെങ്കിലും നീ എന്തിനാ ഞങ്ങളുടെ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും.
എടാ ഞാൻ കൊല്ലുന്ന് പറഞ്ഞാ കൊല്ലും. ആരോ ഒരാൾ അവനെ കൊല്ലുമെന്ന് പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യണം. അവൻ ചത്താൽ ശരിയാവില്ല. നമ്മുടെ പദ്ധതികളാകെ പാടും. ഫോളോ മീ. അവനെ ഐതിഹാസികമായി രക്ഷപ്പെടുത്തണം. Come on. യെസ് ബോസ്. നിന്റെ അളിയൻ ഓട്ടത്തിന് നല്ല കേമന അല്ലേ? ഇതെന്തോന്ന് ഓട്ടം? അളിയനെക്കാട്ടിൽ നല്ല ഓട്ടമല്ലേ ആ തെക്കക്കര ജാനു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. ഹാവൂ, അങ്ങനെ ഒരു വിധം നിന്റെ അളിയന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ദേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലേശം എനിക്ക് കൊടുത്താ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ഞങ്ങളെ ഒരു പേപ്പട്ടി ഓടിച്ചതാ അല്ലേ ചിറ്റപ്പ? ഇനി ആ പേപ്പറ്റർ ശല്യം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ ശരിയാക്കി. ദേ കിടക്കുന്നു ആ പേപ്പറ്റി. നോക്കൂ. ചിറ്റപ്പ, അളിയൻ. മീനാക്ഷി, എടി മീനാക്ഷി. അച്ഛന് എന്തോ കോള് കിട്ടിയിട്ടുണ്ട്. നേരാ, ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടി എന്നാടി ഇത്? ആ, എടി എന്താ ഇതെന്ന്? ഇതൊരു ലെറ്റർ അല്ലേ? ഹ, ഇതിന്റെ അകത്ത് എന്താന്ന്? അതെനിക്ക് എങ്ങനെ അറിയാനാ? അതിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലല്ലേ? ദേ ഞാനുണ്ടല്ലോ. ആ എടി, നിനക്ക് മനസ്സിലായോ? നിന്റെ പുന്നാര മോക്ക് വന്ന ലവ് ലെറ്ററാ ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവൾ ഓരോ ദിവസം ക്ലാസ്സിൽ പോകുന്ന ഡ്രസ്സിന്റെ കളർ വരെ വിസ്തീകരിച്ച് എഴുതിയിരിക്കുക. ആരാടി ആ കൊന്തൻ? എനിക്കെങ്ങനെ അറിയാം? അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോടി നിന്റെ പേർക്ക് അവൻ ലെറ്റർ എഴുതിയത്? എന്റെ ലവ് ലെറ്റർ പട്ടാളം പൊക്കി. സത്യം പറയടി, ആരാടി അവൻ? അച്ഛൻ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട. ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ മര്യാദയ്ക്ക് അവളൊരു പണിയെടുത്തോണ്ടിരുന്നതാ. അപ്പോഴാ ഒരു ലെറ്റർ. വെറുതെ പ്രഷർ കൂട്ടാതെ ആരാ അയച്ചെന്ന് പോയി കണ്ടുപിടിക്കേ. നീ പൊടിയകത്ത്, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായി കാണോ ആവോ. ഇന്ന് രാത്രി പട്ടാളത്തിന്റെ കൂർക്കമ്പലി ഉയർന്നു കഴിയുമ്പോൾ ഞാൻ വരും. നിന്റെ ഇതുവരെ തുറക്കാത്ത ജാലകവാതിൽ എനിക്ക് വേണ്ടി നീ തുറക്കില്ലേ പ്രിയേ? തുറക്കോ? തുറക്കാവിടാ, നിനക്ക് ഞാൻ തുറന്നു തരാം. ഞാനാ അച്ഛന്റെ മോൻ. എന്നതാടാ കുരുത്തം കെട്ടവനെ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ മാനം കളഞ്ഞിട്ടോടാ. എന്താടാ നിനക്ക് ജാനുമായിട്ടുള്ള ബന്ധം? എന്റെ അച്ഛ, എന്റെ ബൈക്ക് അറിയാതെ ആ പെണ്ണുമ്പിള്ളയുടെ ദേഹത്തൊന്ന് മുട്ടി. അതിനാ അവര് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു വിഷയമില്ല. ആ സ്ത്രീ വന്ന് ബഹളം വെച്ചപ്പോ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയടാ. പിന്നെ തൊലി ഉണിഞ്ഞ്. ഇത് അച്ഛൻ രണ്ടെണ്ണം അടിക്കുമ്പോ ഉരിഞ്ഞ തൊലി താനേ വച്ചോളും. എന്തോന്ന് വെച്ചത്? ദേവന എങ്ങാണ്ടോ പോയി ഉരുണ്ട് വീണേച്ചോ ഒന്ന് ആവി പിടിക്കുക. ഇതങ്ങ് പിടിപ്പിച്ചേ. അച്ഛാ, എന്നാ ഞാൻ പൊക്കോട്ടെ. നിക്കടാ. ഇതിന് കാശ് വേണ്ട. ആ നീ ഇത് അരയിലോട്ടം കെട്ടിക്കേ. നമ്മുടെ മൈക്കാട്ട് മോസ് പൂജിച്ചെന്ന് ഏലസാ. അച്ഛാ, ദേ ഇത് കണ്ട. അച്ഛൻ പൂജിച്ചെന്ന് ഏലസ് കെട്ടി കെട്ടി എനിക്ക് അണ്ടർവെയർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിലും ഭേദം എന്നെ വല്ല അമ്പലത്തിലും കൊണ്ടുപോയി നടക്കിരുത്തിയാ പോരെ. അങ്ങോട്ട് കെട്ടടാ. ആൾക്കാർ മുമ്പ് ഇറങ്ങി നടക്കാൻ വയ്യ. കിലുകിലാന്ന് ശബ്ദം. ആ പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? ആ മീനാക്ഷിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. എടാ, നീ ഇങ്ങനെ മാട് കാടി കുടിക്കുന്ന പോലെ കുടിച്ചിട്ടില്ല കാര്യം. വേണ്ടാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് ചിറ്റപ്പൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മതി കുടിച്ചത്. സിപ്പ് സിപ്പായിട്ട് കുടിക്കടാ, വെള്ളം ചേർക്കണ്ട. കുടിക്കട്ടെ, അവൻ വയറ് നിറച്ച് കുടിക്കട്ടെ. മുറപ്പെണ്ണ് നഷ്ടപ്പെട്ട വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതെന്താ? എന്റെ കല്യാണത്തിന്റെ തലേന്ന് പ്രതിസുത വധുവായ മുറപ്പെണ്ണ് കറവക്കാരൻ ഗോപാലന്റെ കൂടെ ഒളിച്ചോടി. നിന്റെ പെങ്ങളാണ് ഒളിച്ചോടിയത്? അന്നുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ പിന്നീട് മധ്യമഹാസമുദ്രത്തിൽ ആറാടുകയായിരുന്നു. ദൈവം മദ്യപിക്കുന്നവരുടെ കൂടെയാടാ. നീ കേട്ടിട്ടില്ലേ, കാലടിയിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ് യേശുക്രിസ്തു. കാലടിയിലെ കല്യാണ? ഈ അങ്കമാലിക്ക് അടുത്തുള്ള കാലടിയാ അല്ലേ? എടാ, കാലടിയിലെ കല്യാണം അല്ല, കാനായിലെ കല്യാണം. എവിടത്തെ കല്യാണെങ്കിലും ആവട്ടെ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലോ. എന്തുകൊണ്ട് സർവത്താക്കി മാറ്റിയില്ല? What are the changes of water to liquid wine, not sherbet? എന്താ? മദ്യത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. നീ കഴിക്കി. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ ഇംഗ്ലീഷിൽ പറയുമ്പോ നിനക്കത് അനുസരിച്ചൂടെ? വെറുതെ അങ്ങനെ ഒരാള് താടിയുമ്പോ ചെറിയൊരു താടി വെച്ച് നടക്കൂ. ഓ ബോസ്, ഇത്രയും വലിയ ബുദ്ധിരാഷ്ട്രത്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ചെറുത് ഇത് നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ വാങ്ങിച്ചതല്ല. ഇവനെ ടെൻഷൻ അടുപ്പിച്ച് കുടിപ്പിച്ച് ബോധം കെടുത്തി കടത്തിക്കൊണ്ടുപോകാൻ വാങ്ങിച്ചതാ. ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ കൊണ്ടുചെല്ലുമെന്നല്ലേ മുതലാളി പറഞ്ഞത്. ഓ സോറി ബോസ്, ഞാനത് മറന്നുപോയി. വെരി ഗുഡ്.
ബോസെ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ചത്തു. ഒന്നും സംഭവിക്കില്ല. മോനെ അനിയ അളിയനിത് കഴിച്ചാട്ടെ. നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. കുറച്ചുള്ളൂ, ബാക്കി എല്ലാം വെള്ളമാ. എന്റെ മീനാക്ഷി, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി. ഇനി ഒരു ചെറുതൊക്കെ ഓൺലി 65 ml. എന്റെ മീനാക്ഷി, മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അവന് പാതിരാത്രിക്ക് അങ്ങാട് പോണ്. അവനോ? നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ടെന്ന്. ഞാനൊരു 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ. വാ. ഈശ്വര, മീനാക്ഷി ഉറങ്ങിക്കാണല്ലേ. അമ്മാവൻ ഉറങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഗേറ്റ് ചാടണ്ട, ശബ്ദം കേൾക്കും. അയ്യോ, അടുത്ത വീട്ടിലെ പട്ടികൾക്ക് ഉറക്കമില്ലേ? ഇത് വെച്ച് കയറാം. ആരുമില്ല, ഭാഗ്യം. എടുത്തേക്കാം, തിരിച്ചു ചാടാനുള്ളതല്ലേ. മിസ്റ്റർ ബ്രൂണോ, സെർച്ച് ചെയ്യൂ. ബോസേ, ദേവൻ. അതെ, ഇവൻ നമ്മളെക്കാൾ വലിയ കളനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മോഷ്ടിക്കാൻ കയറിക്കണത്? ദാറ്റ് ഈസ് അനദർ മാറ്റർ. എന്നാൽ ഇവൻ ഈ മതിലെങ്ങനെ ചാടി? ബോസ്, ഇവൻ മതിൽ ചാടിയെങ്കിൽ നമുക്ക് ഗേറ്റ് ചാടാം. നോ, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസൂയമൂത്ത ചിലർ എന്റെ വീട്ടുപേർ ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. ഭാഗ്യം, പട്ടാളം ഉറങ്ങിക്കാണും. മീനാക്ഷി, ഇവിടെ എന്തോന്ന് ഉറക്കക്കുളി വെച്ചിട്ട് കിടക്കുന്ന മീനാക്ഷി. മീനാക്ഷി, ഇനി പുറകോശത്തെ റൂമിലെങ്ങാനാണോ മീനാക്ഷി? അവളുടെ ഒടുക്കത്തെ ഉറക്കം. പുറകോട്ട് ചെല്ലാം. ബണ്ണ, ഈ പാതിരാത്രിക്ക് എവിടെ കിട്ടാനാണ്? തിന്നണ ബെന്നല്ല, ബെൻ കുഞ്ഞു നിൽക്കാൻ. അയ്യോ, ഇതാണല്ലേ ബോസിന്റെ മൂലമറ്റത്തെ പ്ലാനിങ്. എവിടെയാണ്? അയ്യോ, പൊട്ടി. എങ്ങോട്ടോടാ? ആംബുലൻസ്. ശ്രദ്ധിച്ചിറക്കടാ തെണ്ടി. ധൈര്യമായിട്ട് ഇറങ്ങ്, ഞാനില്ല കൂടെ. ഇത് നമ്മുടെ ഡയറക്ടർ സാറല്ലേ? നിങ്ങളെ ആംബുലൻസുമായിട്ടൊക്കെ ഷൂട്ടിങ്ങിന് അല്ല, ഇയാളുടെ കഴുത്തിന് എന്ത് പറ്റി? അതെ, ഇന്നലെ രാത്രി നല്ല മൂടായത് കൊണ്ടേ കഥ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബോസിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ വെട്ടി തിരിഞ്ഞു നോക്കിയതാ. അടുത്തുള്ളിക്ക് പോയി രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേ വരുന്ന വഴിയാ. അയ്യോ, എന്നിട്ട് കഥ എന്തായി? കഥ ഇന്നലെ തന്നെ തീർന്നേനെ.
ഇത് അത്രയും മരുന്നാണോ? ഏയ് ബോസിന് കട്ടിയാഹാരം കഴിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞേക്കണതേ. അത് ശരി. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു. അകത്തുണ്ട് അവർ കൊണ്ടോട്ടെ അത്. സൂക്ഷിക്ക് ചില്ലി ചിക്കൻ പോകും. നല്ല ശിഷ്യനല്ലേ? ബോസിന്റെ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാ. അതെ, അതുപോലെ കഴുത്തും പൊതിഞ്ഞു കെട്ടി ആംബുലൻസിൽ വന്നിറങ്ങണോ നിനക്ക്? ഏയ് പെട്ടെന്ന് റെഡി ആവടാ. ആ ദാസപ്പൻ 8 മണിന്ന് അടിക്കുമ്പോ ഇങ്ങെത്തും. അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് നമ്മൾ ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. ആധാരം വെച്ചിട്ടുള്ള കളി വേണ്ടാന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ. ചിറ്റപ്പ ദാസപ്പൻ. ദാസപ്പന്റെ അപ്പൻ. അങ്ങോട്ട് നോക്കൂ. ദാസപ്പന്റെ അച്ഛൻ എന്റെ ഇളയച്ചന്റെ കൂടെ പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവൻ പറയാണ് അല്ലാന്ന്. അത് പോട്ടെ, എന്താ ഇത്ര നേരത്തെ 7 മണിയല്ലേ ആയുള്ളൂ? 7 മണി കഴിഞ്ഞാൽ നിന്റെ ഒക്കെ പൊടി പോലും ഇവിടെ കാണുകയല്ലെന്ന് ഈ ദാസപ്പൻ അറിയാം. എടാ മക്കളെ, അകത്തോട്ട് കയറിയ സാധനമൊക്കെ വലിച്ചെറിയടാ. അതെ ദാസപ്പേട്ട, നീ അങ്ങോട്ട് ചേർന്ന് എന്ന് പറയടാ. നീ പല്ല് തേച്ചതല്ലേ? എന്റെ പൊന്ന് ദാസപ്പേട്ട, അവരോട് വേണ്ടാന്ന് പറ. പണം ഒന്നും ശരിയായില്ല. ഒരു 10 ദിവസത്തെ അവധി കൂടി തരണം. അതെനിക്ക് ആവശ്യമുള്ള സാധനമാ. അതിനെ അകത്ത് കൊണ്ടുപോടാ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദാസപ്പേട്ട, സത്യമായിട്ടും 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കട ഞാൻ തീർത്തിരിക്കും. ഇല്ലെങ്കിൽ ചേട്ടന് വീടെടുത്തോ. നിന്റെ ഉറപ്പ് മാത്രമല്ല, ഇയാളൂടെ പറയട്ടെ. ഉറപ്പാണോ? ഉറപ്പാ. കുറുപ്പിന്റെ ഉറപ്പാവില്ലോ. നിർത്തിക്കോ. വാ വാ വാ. ഇനി തെറ്റിച്ച ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇയാളെന്താ പമ്മി പോണത്? മിണ്ടാതെ വാ. നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. വാ. ഇതെന്താണ് ബോസേ, തീവണ്ടി കളിയാ? അത് നമ്മ സിനിമാക്കാരാണെന്ന് പറഞ്ഞോണ്ടായിരിക്കും. ബോസേ, ഇവിടെ AC ഉണ്ടാവുമെന്ന് തോന്നണല്ലേട്ടാ. യെസ്, വെരി പൂർ ഹൗസിംഗ്. പൈൻ്റെ ഇയാളെങ്ങനെ ഓടണത്? പൈൻ്റ് എടുക്കാൻ പോയിരിക്കും. ആണോ? ഒരു പൈൻ്റ് കൊണ്ട് എന്താവാനാ പാവം ഹൗസ് ഓണർ. ആ ദാസപ്പൻ ഇവിടെ വന്ന് നിക്ക. ഞാൻ മുന്നിൽ വന്ന് നോക്കി, അപ്പൊ കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ഇനി മുന്നിലേക്ക് ഓടരുത്. അതെ, ഇപ്പൊ നിനക്ക് സുഖല്ലേ? ആ അടവൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല പൈൻ്റെ. ഇവിടെ അടയും പുട്ടൊന്നുമില്ല എന്റെ ചങ്ങാതി. കാലത്ത് ഇത്തിരി ഉപ്പുമാവ ഉണ്ടാക്കിയത്. എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു. എന്തുവല്ലോ പറഞ്ഞോ? ഏതായാലും നിങ്ങൾ തരാനുള്ള പലിശ കുറച്ച് എന്റെ കിട്ടിയിട്ടുണ്ട്. അവര് വരുന്നുണ്ട്. ആക്ഷൻ. ഇതേതാ ഈ പിശാചുക്കള്? കണ്ട കഞ്ഞിട്ടില്ല. ഐ ആം ഡയറക്ടർ PKR. ഐ ആം അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രൂണോ. ഈ ഒരാളെ തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ അത് കറക്റ്റ്. ഇവരെ ഈ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കും. ഈ വീട്ടിലാ? അതിന്റെ വാടകയാണ് ഞാൻ വാങ്ങി പലിശ കൂട്ടിയത്. ഞങ്ങളോട് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോ പുറത്ത് കയറാണ്ടിരുന്നാ മതി അല്ലേ? താൻ പോയി വാതിൽ തുറക്കണോ? പിന്നിലത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നിലത്തെ അല്ല, മുമ്പിലത്തെ. എന്തൊരു കഷ്ടം. ഈ വീടിന് ഞങ്ങൾ തന്ന വാടക കുറച്ച് കൂടുതലാണെങ്കിലും രൂപ ഞങ്ങൾക്കൊരു വിഷയമല്ല. അതെന്താ, കയ്യിൽ കാശൊന്നുമില്ല? അതല്ല, പണം വരും പോകും. നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്താ കാലം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ 35,000 രൂപ ശമ്പള. വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയല്ലേ? ഇവിടെ TV ഒന്നും ഇല്ലല്ലേ? ഞാൻ താമസിക്കുന്നിടത്ത് ചുരുങ്ങിയത് 15 TV എങ്കിലും കാണും. 15 TV ഒരു വീട്ടിലല്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്. അവിടെ അത് പിന്നെ എന്റെ പല തിരക്കഥകളും രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണല്ലോ. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് എന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. അത് കറക്റ്റ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. ശിവൻകുട്ടി ഈ സാർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും സാരമല്ലടോ. അതെ, വീട് ഇഷ്ടപ്പെട്ടില്ല സാർമാർക്ക്? സോറി ബ്രദർ. ഇതെന്ത് വീടാണ്? ഇവിടെ AC ഉണ്ടോ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ TV ഉണ്ടോ? എന്തിന്? നല്ലൊരു കക്കൂസ് ഉണ്ടോ? തലയിലുള്ളതും പോയി. നോ 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 നോ. ഇത്തരം വൃത്തികെട്ട സ്ഥലത്തിരുന്ന് കഥ എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്ന അഡ്വാൻസ് തുക വാപസ് കരോ.
എഴുതിലാവോ? എന്നാലും ഒരെന്നാലും ബോസ് പറഞ്ഞിട്ടില്ലേ ക്യാഷ് ഇട് ക്യാഷ് ഇട് ദാസപ്പന്റെ കയ്യിലായി ചിറ്റപ്പൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഊരാ. ശിവൻകുട്ടി വന്നല്ലോ, ശിവൻകുട്ടി. ഒരു മിനിറ്റ്, ഇതാ വരുന്നു. ഇവിടെ താമസിക്കുന്നവനാ, പാവാ. നീ ഇപ്പോഴെങ്കിലും വന്നൂല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ താമസിച്ച് ഇവൻ ഇവിടുന്ന് പൊക്കണം. നീ ആ പൈസ എന്തൊരു നിഷ്കളങ്കൻ. ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. ഇത്ര നല്ല സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? അതെ, കഥ എഴുതാൻ പറ്റിയ സ്ഥലം. ആയിക്കോട്ടെ ദൈവമേ. അതെ, ഞാൻ അവന്മാരെ പറഞ്ഞു സമ്മതിപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ 2ാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരനാ. എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. എനിക്കും ഓവർ ആക്കല്ലോ. വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. ആര് പുറ്റിച്ച്? നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കഴുത. അയ്യോ, ഇന്നു മുതൽ നമ്മുടെ 4 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും.